എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജാനുവരി 2026 എങ്ങനെയാണ് നോക്കാം. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ജാനുവരി 2026 അശ്വതി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Five of Cups energy, Empress. Ace of Cups, Justice energy. Nine of Pentacles, Ace of Swords. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം തുടങ്ങുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒരു ന്യായം നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല എന്ന് തോന്നിയ കാര്യത്തിൽ നിങ്ങളുടെ പക്ഷത്തായിരുന്നു ന്യായം എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതിയും ന്യായവും ലഭിച്ചു എന്നുള്ളൊരു തോന്നലോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു വർഷം തുടങ്ങുന്നത്. കാരണം ആദ്യം തന്നെ 5 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾക്ക് പലതരത്തിലുള്ള നെഗറ്റീവ് അനുഭവങ്ങളും ഉണ്ടായേക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സങ്കടകരമായിട്ടൊരു സാഹചര്യം അതിനെ നിങ്ങൾക്കാവും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ്. കാരണം നമ്മൾ പറയും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണെന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അതേപോലെ അസന്തുഷ്ടി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും ആവാം എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ സംഭവിച്ചാൽ ഇന്നൊരു വ്യക്തി കൊണ്ട് ഇന്നൊരു സാഹചര്യം കൊണ്ട് എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തിക്കോ ആ ഒരു സാഹചര്യത്തിനോ നമ്മൾ അത്രയും പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ് എന്നുള്ളതും ആവാം. എല്ലാ കാര്യത്തിലും അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം അൺഹാപ്പിനെസ്, നിങ്ങൾ ആ ഒരു അസന്തുഷ്ടിയെ കൂട്ടുപിടിച്ച് കൂടെ ഇരിക്കുന്നത് കൊണ്ടാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക. എനിക്ക് വേറെ വഴിയില്ല എന്നുള്ളൊരു ചിന്തയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അത് സത്യസന്ധമായിട്ടുള്ളൊരു തോന്നലല്ല. ദർ ഇസ് ചോയ്സ്. നിങ്ങൾക്ക് അതിന് ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞുപോയ ആ കാലത്തിൽ ആ അസന്തുഷ്ടിയെ പിന്തുടരാൻ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ, അല്ലെങ്കിൽ അതിൽ തന്നെ നിലനിൽക്കാനാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ അസന്തുഷ്ടി മാറാതിരിക്കുന്നത്. എങ്ങനെ ഒരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് ആ ഒരു ഇതിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നൊരു സമയം തന്നെയാണ് ഇത്. അപ്പോൾ ആ ഒരു അസന്തുഷ്ടിയെ മറികടന്ന് നിങ്ങൾ സന്തുഷ്ടമായൊരു ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ ഈ ഒരു മാസം നിങ്ങൾ എന്ത് തീരുമാനമെടുക്കുന്നു, നിങ്ങൾ ആ ഒരു അസന്തുഷ്ടിയിൽ നിന്ന് മറികടന്ന് നിങ്ങളുടെ ജീവിതത്തെ മുന്നേറാൻ തീരുമാനിച്ചാൽ ആ ഒരു മുന്നേറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെ ഉള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിതിനെ മറികടക്കാൻ തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോയാൽ എംപ്രസ് എനർജിയാണ്. ലൈഫ് ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു വർഷം. എംപ്രസ് എനർജി സിറ്റുവേഷൻസ് നിങ്ങൾക്കൊരു പുതിയ ജീവിതം സൃഷ്ടിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നു എന്നുള്ളതാണ്. ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജിയാണ്. അതായത് എപ്പോഴും പല കാര്യങ്ങളും, ഇപ്പോൾ നമ്മൾ സൃഷ്ടി എന്ന് പറയുന്ന സ്ത്രീക്ക് കൽപ്പിച്ച് നൽകിയിട്ടുള്ളൊരു, അതായത് ഒരു ക്രിയേറ്റിവിറ്റി, ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളൊരു എനർജി, ആ ഒരു എനർജി മാത്രമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് പ്രഗ്നൻസി സിറ്റുവേഷനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രഗ്നൻസി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കുള്ളൊരു പുനർജന്മം അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ഒരു സമയമായിരിക്കും. അത് നിങ്ങൾ കൂടുതൽ സെൽഫ് കെയർ എടുക്കാൻ തുടങ്ങുന്നുണ്ട്. അത് പക്ഷേ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ആ ഒരു തീരുമാനം, നിങ്ങൾക്ക് ഫീലിങ്സ് വരുന്നുണ്ട് ആ ഒരു ഇതിലേക്ക് പോകാൻ, നിങ്ങളത് ആ ഒരു ഫീലിങ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. ഒരു പ്രൊഫൗണ്ട് ഹീലിംഗ്, ബ്ലെസ്സിങ്, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. നിങ്ങൾ വളരെ കാമായിട്ട് ആ സാഹചര്യത്തിലൂടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഓവർ പ്രൊട്ടക്റ്റ്, നിങ്ങൾ ചില സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു കൺസേൺ കാണിക്കുന്നുണ്ടോ ചില പ്രത്യേക വ്യക്തികൾ. ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഓവർ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ അവരെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് അതൊരു ഭയങ്കര ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. അതായത് എങ്ങും തിരിയാനായിട്ട് നിങ്ങൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമാവും, അല്ലെങ്കിൽ ആ ഒരു ഇത് അവരെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നതും നല്ലതായിരിക്കും ഈ ഒരു സമയത്ത്. അത് പാരൻസ്, പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിലും ഇപ്പോൾ കുട്ടികളാണെങ്കിലും, ചില കുട്ടികൾ പാരൻസിനോടുള്ള രീതിയായിരിക്കാം. അപ്പോൾ ഒന്ന്
കുറച്ചൊരു ഫ്രീ ആയിട്ടിരിക്കാനുള്ള അവസരം കൊടുക്കുക, ഏത് ബന്ധത്തിലും ഏത് സാഹചര്യത്തിലും. അതേപോലെ തന്നെ ഏസ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ചില ആളുകളെ സംബന്ധിച്ച് മാരേജ് സിറ്റുവേഷൻ ആണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ പലരുടെയും ജീവിതത്തിൽ നമ്മൾ എന്ത് ഒരു നമ്മുടെ ഇമോഷൻസ് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിന് വളരെ മെച്യൂരിറ്റിയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സമയം കൂടിയിട്ടാണിത്. അപ്പോൾ ജീവിതത്തെ നല്ല രീതിയിൽ നോക്കിക്കാണാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. ആ രീതിയിൽ നിങ്ങൾ നോക്കിക്കാണുകയാണ് എങ്കിൽ ഇനി ഇവിടെ കൂടുതലായിട്ട് ഈ മാസം കാണിക്കുന്നത് എവറിത്തിങ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. നിങ്ങളുടെ കൈകളിലാണ് എല്ലാം. നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു, നിങ്ങൾ എന്ത് ചൂസ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മുന്നോട്ടേക്ക് എന്ന് പറയുമ്പോൾ ഒരു സെൽഫ് ലവ്, ഒരു നേർച്ചറിങ് എനർജിയാണ് നിങ്ങൾ കാണിക്കുന്നത്. എക്സ്ട്രീം പോസിറ്റീവ് എൻവയൺമെൻറ്റിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഡീപ്പ് ഫീലിംഗ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ലവ്, ഇതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല പ്രണയം, നല്ല സൗഹൃദം, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് കാര്യത്തെ നോക്കിക്കാണുന്നു. വളരെ നല്ലൊരു വൈബ്രൻറ്റ് ഫീലിംഗ് ആണ്. അപ്പോൾ എല്ലാത്തിനോടും എല്ലാവരോടും ഏത് സാഹചര്യമാണെങ്കിലും അതിന് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ്, ആറ്റിറ്റ്യൂഡ് ജീവിതത്തോട് മാറുന്നു എന്നുള്ളത്. അത് പ്രായഭേദമന്യേ കാണിക്കുന്നുണ്ട്. ഇപ്പം വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ എപ്പോഴും മടി പിടിച്ച് ഒറ്റ റൂമിൽ തന്നെ അടച്ചിരിക്കുകയോ അല്ലെങ്കിൽ എപ്പോഴും വീഡിയോ ഗെയിംസ്, ടി വിയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസോ ഒക്കെ കണ്ടിട്ടിരിക്കുന്നതാവാം. അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ വയ്യ എന്ന് സ്വയം തീരുമാനിച്ച് എനിക്ക് ഒട്ടും വയ്യ എന്നുള്ളൊരു തീരുമാനത്തിൽ നിന്ന് പുറത്ത് കടന്ന് ശാരീരികമായിട്ട് വലിയ പ്രശ്നങ്ങളുള്ളവരല്ല ഉദ്ദേശിച്ചത്, ഒരു മടിയാണ് എന്ത് ചെയ്യാനും. ആ ഒരു രീതിയിൽ നിന്ന് പുറത്ത് കടക്കുകയും മറ്റും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യുന്നു. കുറച്ച് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ മറ്റുള്ളവരോട് സംസാരിക്കുന്നു. അങ്ങനെ നല്ല സൗഹൃദങ്ങൾ, നല്ല നിങ്ങളുടെ ഇമോഷൻസ് അടച്ചു വെക്കുന്നില്ല, സപ്രസ് ചെയ്യുന്നില്ല. പക്ഷെ എല്ലാം എല്ലാവരോടും വിളിച്ച് പറയുന്നും ഇല്ല. അത് ആ ഒരു ബൗണ്ടറി മനസ്സിലാക്കുകയാണ്. അതേപോലെ ജസ്റ്റിസ് എനർജിയാണ് ഇവിടെ. ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലും കേസ് കാര്യങ്ങൾക്കൊക്കെ വിധി വരുന്ന സമയമാണ് ഈ ഒരു ജനുവരി മാസമെങ്കിൽ വിധി നിങ്ങളുടെ ഫേവറിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും വഴി തടസ്സങ്ങൾ, സ്വത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ ഡിവോഴ്സ് സെറ്റിൽമെൻറ്റ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ ഫേവറിലേക്ക് വിധി വരുന്നു എന്നോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആ ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു എനർജി, ജസ്റ്റിസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നേച്ചർ അല്ലെങ്കിൽ ലൈഫിൽ ആ പ്രകൃതിയുടെ നിയമം നിങ്ങൾക്ക് എതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കേസ്, കോടതി എന്ന് പറയുന്ന നേച്ചേഴ്സ് ലോ അല്ലാതെ നമ്മുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളും അല്ലാതെ ആ ഒരു പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ആ പ്രകൃതി നിങ്ങൾക്ക് ന്യായം വിധിച്ചിരിക്കുന്ന സമയം എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കായിട്ട് എതിരായിട്ട് ചെയ്തിട്ടുള്ള ആളുകൾ അവർക്ക് അവരുടേതായിട്ട് കർമ്മം ലഭിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നു. അതേപോലെ 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു എനർജി നിങ്ങൾക്ക് അധികം സന്തോഷം തരുന്നൊരു സമയമാണ്. ഫിനാൻഷ്യലി നല്ല മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ജോലി കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ പെർമനൻറ്റ് ജോലി ഇല്ലാത്തവർക്ക് പെർമനൻറ്റ് ജോലി, വിദേശത്ത് പോയിട്ട് കുറേ വർഷങ്ങളായിട്ട് വിദേശത്ത് അല്ലെങ്കിൽ മാസങ്ങളോ വർഷങ്ങളായി വിദേശത്ത് ജോലി ഇതുവരെ ശരിയാവാത്തവർ ജോലി ലഭിക്കുന്നു. നല്ല രീതിയിൽ സെറ്റിലായിട്ടുണ്ട്. അതേപോലെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഒരു സെൽഫ് വർത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നു. ബിസിനസ് ചെയ്യുന്നവരിലെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു. സാമ്പത്തികമായിട്ട് നേട്ടം, ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം, മെറ്റീരിയൽ ഗെയിൻ ലഭിക്കുന്ന ഒരു സമയമാണ്. കരിയറിലും പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതും ഒക്കെ കരിയറും ഫിനാൻസും സംബന്ധിച്ച് ഒത്തിരി സന്തോഷം തരുന്ന ഒരു സമയമാണ്. അതേപോലെ ഏസ് ഓഫ് സോർട്സ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒത്തിരി പഠനകാര്യത്തിൽ മികവേറുന്നുണ്ട്. പഠനകാര്യത്തിൽ മികവെന്ന് പറയുമ്പോൾ വെറുതെ പഠിക്കുന്നു, മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഒത്തിരി വായനാശീലം വർദ്ധിക്കുന്നുണ്ട്. ഒത്തിരി വായിക്കുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ അറിവ് നേടുന്നുണ്ട്. ഫിലോസഫിക്കലായിട്ടുള്ള, സൈക്കോളജിക്കലായിട്ടുള്ള, അതുപോലുള്ള സ്പിരിച്വൽ, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ കൂടുതൽ വായിക്കുന്നു എന്നുള്ളത്. ചില ആളുകൾ റിസർച്ച് അതുപോലുള്ള ഫീൽഡിലേക്ക് കടക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഏസ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ വേണ്ടുന്ന പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. പുതിയ ഐഡിയാസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്നു എന്നുള്ളതും വളരെയധികം
പല കാര്യങ്ങളിലും നിങ്ങൾ സ്വയം ആലോചിച്ച് തീരുമാനങ്ങളിലേക്ക് വരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ഓവർ അനലൈസ് ചെയ്യാതെ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം അനലൈസ് ചെയ്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കി ഫ്യൂച്ചർ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു സമയമാണ് ഈ ഒരു മാസം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.